ചബഹർ തുറമുഖം ഇന്ത്യ ഇറാനിൽ പാട്ടത്തിനെടുത്ത തുറമുഖമാണ്. ഈ ചബഹർ തുറമുഖത്തിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയെ ബുദ്ധിമുട്ടിച്ചപ്പോഴും ഇന്ത്യ മറ്റൊരു മറുപടി അമേരിക്കയ്ക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യക്ക് ഈ ചബഹറിൽ ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് അമേരിക്ക വഴങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്ക് ഇനി ഇന്ത്യക്ക് വളരെ സുഗമമായി കടന്നു കയറാമെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇറാനിലെ ചബഹർ തുറമുഖത്തിന് US ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് US വഴങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖമാണ് ചബഹാർ. തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യ ഉൾപ്പെടെ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ചബഹാറിനെ US അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ഉപരോധം ചബഹാർ തുറമുഖത്തിനും ബാധകമാക്കിയത് ഇന്ത്യക്കും വൻ തിരിച്ചടിയായിരുന്നു. തുറമുഖത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങേണ്ട സാഹചര്യമാണ് ഇന്ത്യക്ക് അവിടെ ഉയർന്നു വന്നതെന്നാൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധം ചൂണ്ടിക്കാട്ടിയും മരുന്നുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കിയും ഇന്ത്യ ഉപരോധ ഇളവ് തുടരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അടുത്ത വർഷം ആദ്യം വരെയാണ് ഇപ്പോൾ US ഉപരോധ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് നേരിട്ടെത്താവുന്ന പ്രവേശന കവാടമാണ് ചബഹാർ എന്നുള്ളതാണ്. ഇറാൻ, റഷ്യ, മധ്യേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള കസാക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയുമായും ഇന്ത്യക്ക് എളുപ്പത്തിൽ വ്യാപാരം നടത്താൻ കഴിയുന്ന ഗേറ്റ് വേ ആണ് ചബഹാർ തുറമുഖം എന്ന് പറയുന്നത്. ഈ തുറമുഖമാണ് ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കവും ഇന്ത്യക്ക് സഹായകരമായി വർത്തിക്കുന്നത്. ഈ തുറമുഖത്തിലൂടെയാണ് അത് വർത്തിക്കുന്നത്. അമേരിക്ക ഇറാന് മേൽ 2018 ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് നേരത്തെ തന്നെ ചബഹാറിനെ ഒഴിവാക്കിയിരുന്നു. തുറമുഖത്ത് നിക്ഷേപമുള്ള ഇന്ത്യക്ക് വൻ ആശ്വാസമായിരുന്നു ഇത്. ഇറാനിലെ സീസ്താർ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. രാജ്യാന്തര ഗതാഗത ഇടനാഴി, അതായത് ചബഹാർ കരാർ, അത് സ്ഥാപിക്കാനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും നേരത്തെ ഒപ്പുവെച്ചതോടെയാണ് ഇന്ത്യ ചബഹാറിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.